പിന്നെ ഞാനും നമ്മുടെ രണ്ട് പയ്യന്മാരും കൂടെ വർക്കലോട്ട് പോയപ്പോഴാണ് ഒരു കടേന്റെ ഫ്രണ്ടിൽ കുറെ ആളുകൾ ഇരിക്കുന്നു. അമ്മ വണ്ടി അവിടെ പിടിച്ചങ്ങ് നിർത്തി. എന്നിട്ട് ആളൊക്കെ ഒന്ന് കുറഞ്ഞപ്പോ നേരെ കടേന്റെ അകത്തോട്ട് അങ്ങ് കയറി. ഇപ്പൊ രണ്ടെണ്ണന്മാരുന്നു ഫുഡ് ഇരുന്ന് കഴിക്കണം. വീഡിയോ എടുക്കട്ടാന്ന് ചോദിച്ചപ്പോ അണ്ണന്മാരുണ്ടോ ഒക്കെ എടുത്തോളൂ. ഞാൻ കൂടെ വന്ന രണ്ടെണ്ണന്മാരുണ്ട് നേരെ കയറി വേറൊരു ബെഞ്ചിൽ കയറിയെങ്കിലും അപ്പോഴത്തേക്ക് അവിടുത്തെ ചേച്ചിയും ചെയ്യാനും ചോറൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കറികളൊക്കെ അപ്പോഴത്തേക്കും അറിയന്മാര് എന്നെ ശ്രദ്ധിക്കണില്ല. അണ്ണന്മാര് ഫുഡ് കഴിപ്പ് തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അതിന്റെ റിവ്യൂ കൂടെ പറയാം. അണ്ണന്മാർക്ക് ഫുഡെല്ലാം വന്നിട്ട് അണ്ണന്മാർ ഒരു നോട്ടം നോക്കി, വേറെ അങ്ങോട്ടുമല്ല പപ്പടം വേണ്ടാന്ന് അറിയാൻ വേണ്ടി ഒരു നോട്ടം. അങ്ങനെ രണ്ട് പപ്പടമൊക്കെ അണ്ണന്മാരെ കൊണ്ട് കൊടുത്ത് അങ്ങനെ കഴിപ്പ് തുടങ്ങി. അങ്ങനെ ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടാണ് വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല, റിവ്യൂ പറയാൻ പറഞ്ഞ കാര്യമൊക്കെ അണ്ണന്മാരെ വിട്ടുപോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചോണ്ടിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി ചോദിക്കണം അപ്പോഴേ നീ കഴിക്കണ്ടത്. സത്യം പറയാല അവിടുത്തെ ഒരു കസ്റ്റമർ സർവീസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അവിടെ വരുന്നവരും എൻ്റെ അടുത്ത് പറയുന്നു എത്ര തിരക്കുണ്ടെങ്കിലും അവർ ആ കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത് അതൊരു വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോഴേക്കും ഞാൻ നമ്മളെ കൂടെ വന്ന പയ്യന്റെ അടുത്ത് പറഞ്ഞു നീ ആ മയങ്കറിയൊക്കെ ഇട്ട് ഒന്ന് ആഹാരം കഴിച്ചു നോക്കാൻ. നാളെ ഞാൻ കഴിച്ചിട്ട് അതേ ഒരു സംശയപ്പെട്ട് അപ്പൊ അപ്പുറത്തെ അടുത്ത് ഞാൻ ചോദിച്ചു നീ ആ പൊരിച്ച മീനൊക്കെ കഴിച്ചു നോക്കാൻ. ആള് നേരെ പൊരിച്ച മീനിന്ന് ഒരു പീസൊക്കെ ഇങ്ങനെ പിഞ്ഞി എടുത്ത് പിന്നെ ആ പൊരിച്ച മീനിലുള്ള സവാളയൊക്കെ ആ ചോറിലോട്ടൊക്കെ അങ്ങിട്ട് ആശാനും കൂടെ ഇങ്ങനെ കഴിച്ചു തുടങ്ങി. അപ്പുറത്തെ സൈഡിൽ ആ പൊരിച്ച മീനൊക്കെ ഇങ്ങനെ ഉളബിളാന്നും പറഞ്ഞ് ഇങ്ങനെ വെന്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ആശാൻ ആ പൊരിച്ച മീനും കൂട്ടി ചോറ് കഴിച്ച് ആശാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കും ഞാൻ നേരെ എന്റെ വീഡിയോ എടുപ്പ് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാനും അവിടെ വന്നിരുന്നു. അതിൽ ഓരോ തൊടുകറികളുമായിട്ട് ആദ്യം കൂട്ടുകറി എടുത്ത് പിന്നെ ആ തോരനും എടുത്ത് അങ്ങനെ ബാക്കിയുള്ള കൂട്ടുകറിയും വെച്ച് ഞാൻ ഒന്ന് കഴിച്ചു നോക്കി. ഇവ അത് ആലോചിക്കുമ്പോ ഉണ്ടല്ലോ ഇപ്പോഴും ആ ടേസ്റ്റ് വരും. എന്നിട്ട് ആ മുരായിരിക്കണ ആ പൊരിച്ച മീനുണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ പിഞ്ഞി എടുത്തിട്ട് ഞാൻ അതങ്ങ് കഴിച്ച് ഒരു മീൻകറിയും കൂടെ ചാറും കൂടെ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ മീൻ ചാറിൽ നല്ല നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ മണമുള്ള മുളകെന്ന് പറയുന്ന ഒരു മുളക് കിട്ടും. അതും കൂടെ ഒഴിച്ച് കഴിച്ചു നോക്കി. അയവ അപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ ഒരു ഡബിൾ ഓംപ്ലേറ്റും കൂടെ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ഉള്ള ചേച്ചി ഇത് ഇവിടുത്തെ കട എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി പറയണം ചേച്ചിയുടെ ഭർത്താവായ സുരേഷ് ഏട്ടൻ കൊറോണ കഴിഞ്ഞപ്പോ ചേച്ചിയുടെ ഭർത്താവിന്റെ ജോലി അങ്ങ് പോയി. അപ്പൊ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കൂടെ ഒരു ചെറിയൊരു കട തുടങ്ങാന്ന് വെച്ച് അങ്ങനെ കട തുടങ്ങി പതിയെ പതിയെ മെച്ചപ്പെട്ട് വന്നു. അങ്ങനെ ഒരു വർഷം മുമ്പാണ് ഈ കടയിൽ ഊണും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ സുരേഷ് ഏട്ടനും ഭാര്യയായ സുഭാഷിണി ചേച്ചിയും മോനായ സുജനും കൂടെ കൂടി കട അങ്ങ് അടിപൊളിയായിട്ടങ്ങ് നടത്തി. നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ കൊടുത്ത് ഈ നാടിന്റെ തന്നെ ഒരു ടേസ്റ്റ് അവർ പിടിച്ചങ്ങ് പറ്റി. അമ്പോ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോൻ ചെറിയ ജോലിക്കടയിലും ഈ അച്ഛനെയും അമ്മനെയും സഹായിക്കണുണ്ട്. സത്യം പറഞ്ഞ നല്ലൊരു അഭിമാനം തോന്നിയത്. അങ്ങനെ ഈ ചേച്ചിയും ചേട്ടനും ഈ നാടിന്റെ തന്നെ ഒരു ടേസ്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ വയറെന്ന് പറയാൻ അടിപൊളി ഫുഡെന്ന് വെച്ചാൽ അടിപൊളി ഫുഡ്. കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ചിറയൻകീഴ് വർക്കലോട്ട് പോകുമ്പോൾ ചെക്കാലമൊക്കെ ഉള്ള അടാറ് തട്ടുകട.